മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുമെന്ന് ആവർത്തിച്ചും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മണിശങ്കർ അയ്യർ. വി.ഡി. സതീശൻ മതേതര സോഷ്യലിസ്റ്റാണെന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നില്ലെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ രൌഡിയാണെന്നും അതിരൂക്ഷ വിമർശനം. Pinarayi is going to be the next chief minister because for the first time in the history of 75 years of Kerala, a government was not changed where the Congress should have come into power. If they were incapable of cutting the cycle of governments and opposition alternating, then I don't think they have the capacity to beat the left government. In the left government, I'm sure there are differences, but they are not played out in public. സിപിഐഎം നേതാക്കൾക്കൊപ്പമായിരുന്നു മണിശങ്കർ അയ്യർ മാധ്യമങ്ങളെ കണ്ടത്. മണിശങ്കർ അയ്യരെ പാടെ തള്ളി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. അത് മണിശങ്കർ അയ്യർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, സത്യമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. എനിക്കറിയില്ല, കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇത് മുഴുവൻ കിട്ടാവുന്ന അധികാരവും എല്ലാ സംവിധാനം കിട്ടിയിട്ട് പിന്നെ കോൺഗ്രസിനെ തള്ളിപ്പറിച്ച് പുറത്തുപോയ ഒരാളാണ്. അങ്ങനെ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ കുറേ ആൾ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ആർ ശ്രീജിത്താണ്. ശ്രീജിത്തെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നത് കേരളത്തിലെ ഇടത് സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. വലിയ രീതിയിലുള്ള പുകഴ്ത്തൽ. ഒപ്പം തന്നെ NDTVക്ക് നൽകുന്ന അഭിമുഖത്തിലാണെങ്കിലും ചില കോൺഗ്രസ് നേതാക്കളെ പേരെടുത്ത് വലിയ തോതിലുള്ള വിമർശനം. പവൻ ഖേരയാണെങ്കിലും ശശി തരൂർ ആണെങ്കിലും ജയറാം രമേശ് ആണെങ്കിലും ഇവർ പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കുന്നതിലേറെ പരസ്പരം വെറുക്കുന്നവരാണ് കോൺഗ്രസിലുള്ളത്. ഈ മട്ടിലുള്ള ചില പരാമർശങ്ങൾ എന്തായിരിക്കാം മണിശങ്കർ അയ്യരുടെ മനസ്സിലിരിപ്പ്? ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കോൺഗ്രസിന് എത്രത്തോളം തലവേദനയാകും, ഇടതുപക്ഷത്തിന് എത്രത്തോളം അനുകൂലമാകും? ക്രിസ്റ്റീന, ഗുഡ് ആഫ്റ്റർനൂൺ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസനവും ജനാധിപത്യവും എന്ന പേരിലുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് മണിശങ്കർ അയ്യർ ഇന്നലെ കേരളത്തിലെത്തിയത്. കേരളത്തിൽ എത്തി ഈ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം മണിശങ്കർ അയ്യർ പരാമർശിച്ചത്. അതിനുശേഷം ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴും CPIM നേതാക്കൾക്കൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു. കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ കാര്യങ്ങൾ എല്ലാം പരസ്യമാവുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയൊപ്പം നിൽക്കുന്ന ആളാണ് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടയാണ് KC വേണുഗോപാൽ. റൌഡിയെ പോലെ പെരുമാറുന്നു തുടങ്ങിയ പരാമർശങ്ങൾ KC വേണുഗോപാലിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എന്ന നിലയ്ക്ക് നടത്തി. മാത്രമല്ല, സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ പിണറായി മുഖ്യമന്ത്രിയാകുന്ന പരാമർശം പിൻവലിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ വ്യത്യസ്തമായി പല പ്രതികരണങ്ങളും അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തായാലും കോൺഗ്രസുമായി കഴിഞ്ഞ കുറേ കാലമായി നേരിട്ട് സഹകരിക്കുകയോ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളല്ല. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൃത്യമായ വിയോജിപ്പാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ മണിശങ്കർ അയ്യർ മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ എതിർപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിലെത്തി ചില പ്രതികരണങ്ങൾ നടത്തി എന്നതിനപ്പുറത്തേക്ക് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിലില്ല എന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ CPIM ഇതിനെ ഒരു UDFിനെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ ഈ മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ CPIM-ഉം LDF-ഉം നടത്തുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന. ഓക്കെ, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.